ശിവാനി മാഡം, ശിവാനി മാഡം, ഇന്ന് എന്തായാലും കാര്യം പറയണം. ശിവാനി മാഡം, ഇവിടെ ആരുമില്ലേ? ഹലോ. ഹായ് മാഡം, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഏയ് തൃശൂൽ, ടെൻഷൻ അടിക്കാനേ നിൽക്കരുത് നീ. നിന്നെ ഞാൻ എല്ലാം പറഞ്ഞിട്ടല്ലോ കൂടെ കുട്ടിയെ. ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെയുള്ള പ്രകോപനങ്ങളെല്ലാം ഉണ്ടാവും, പ്രശ്നമില്ല. മാഡം, ഞാൻ നേരിട്ട് അങ്ങ് മാറ്ററിലേക്ക് വരാം, കുഴപ്പമില്ലല്ലോ. പറഞ്ഞു. ഓക്കെ, നോക്ക്, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കാര്യം എനിക്കറിയാമെന്ന് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, ശരിയല്ലേ? അപ്പോ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നോക്ക്, ഈ വിഷയം രണ്ടാൾക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഇക്കാര്യം വെറുതെ വലിച്ചു നീട്ടി പോകുന്നതിൽ യാതൊരു കാര്യമില്ല, ശരിയല്ലേ? ആയതിനാൽ നമുക്ക് രണ്ടുപേർക്കും സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താം. ഹാർട്ട് ടു ഹാർട്ട് കണക്ട് ആയ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലേ? ചുമ്മാ ഇങ്ങനെ പിന്നാലെ നടക്കുന്നു, കാത്തിരുന്ന് മുഷിയുന്നു, പിന്നെയും കാത്തിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല മാഡം. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് മാഡം, ഉള്ളത് ഉള്ള പോലെ പറയും. മാഡം അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടാവും. നമ്മൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതറാണ്, അല്ലേ? പിന്നെ ഇനി എന്താലോചിക്കാനാ മാഡം? അന്ന് തന്നെ എല്ലാ കാര്യം ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾക്കും എല്ലാം അറിയാലോ. ചുമ്മാ ഓക്കെ പറഞ്ഞേക്ക് മാഡം, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ശരിയല്ലേ? അല്ല, പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലാത്തതല്ലേ? അറിയാം, എന്നാലും ചുമ്മാ സൂചിപ്പിച്ചതാണ്. തൃശ്ശൂൽ, ഒരു മിനിറ്റ്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്താന്ന് വെച്ചാ, നിന്റെ മനസ്സിലുള്ള തോന്നലുകൾ നീ മാറ്റിയെടുത്തേ പറ്റൂ. എന്താ മാറ്റണമെന്നോ? അതെ, നമ്മൾ വെറും ഫ്രണ്ട്സ് മാത്രം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല തൃശ്ശൂൽ. എന്ന് വെച്ച് നിന്നെ അകറ്റി നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിന്നെ പ്രണയിക്കുന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. എന്താ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും പറയുന്നത് അത്ര ശരിയല്ല കേട്ടോ. ഈ ലേഡീസ് മൊത്തം എങ്ങനെയാ ഇതുപോലെ വേദനിപ്പിക്കുന്ന വാക്കുകൾ വാൻറ്റ് ബാഗിൽ കുത്തി നിറച്ച നടപ്പ്. കറക്റ്റായിട്ടൊരു സമയം കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്തൊരൊറ്റ ഏറ. ആദ്യം അത് ചിരിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. മാഡം, ഉള്ളിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പുറത്ത് വേറെ പോലെ പെരുമാറുന്നുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ വേണം സാധിക്കുന്നത്? തൃശ്ശൂൽ, ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഇല്ല, വേണ്ട മാഡം. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കുറെ കേട്ടതാ. ഇനി ഞാൻ പറയാം, മാഡം കേട്ടാ മാത്രം മതി. വെരി ഗുഡ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ അത് വിട്. പക്ഷേ നിങ്ങളാണ് എന്റെ ഗേൾഫ്രണ്ട് എന്നുള്ളത് എന്റെ ഉള്ളില് പച്ച കുത്തി പോലെ ഫിക്സ് ആക്കി എന്നെ ഇട്ടിരിക്കാൻ ഞാൻ. അങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്നെ പ്രേമിക്കണമെന്ന് നിർബന്ധമൊന്നും പിടിക്കാൻ പറ്റില്ല എനിക്ക്. അതിനൊക്കെയുള്ള അധികാരം എനിക്കില്ല. അതേപോലെ തന്നെ നിങ്ങളെ പ്രേമിക്കണ്ടെന്ന് എന്നോട് പറയാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കും ഇല്ല മാഡം. എന്താന്ന് വെച്ചാ, ഞാൻ നിങ്ങളെ ചുമ്മാതങ്ങ് പ്രേമിക്കുന്നൊന്നല്ല, ആരാധിക്കുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്. നോക്ക്, കൊച്ചുമുതലാളി ഉണ്ടല്ലോ, പ്രേമാണെന്ന് പറഞ്ഞാൽ അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോ വീട്ടുകാർ കാണിച്ച് പെണ്ണിനെ കെട്ടാൻ റെഡി ആയിരിക്കുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല മാഡം. ഞാൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രം. കല്യാണം കഴിച്ചാലും നിങ്ങളെ മാത്രമായിരിക്കും. ഇത് ഞാൻ ചുമ്മാ പറയുന്നതാണെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അതല്ല സത്യം മാഡം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടായി പറയുന്നത്. കാത്തിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, ജീവിതം മൊത്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും മാഡം. ഈ തൃശ്ശൂല് ജീവിക്കുന്നതേ ശിവാനിക്ക് വേണ്ടിയാ. ശിവാനി ഉള്ളത് തൃശ്ശൂലിന് വേണ്ടിയുമാണ് മാഡം. ഫിക്സ് ആയ കാര്യം അത്. ബൈ. ഓഹോ, അല്ല സാർ ഇപ്പോഴും വീട്ടിൽ തന്നെ ഇരിപ്പാണല്ലോ, ഡ്യൂട്ടി ഒന്നുമില്ലേ? അമ്മേ, ചൂടായിട്ട് നല്ലൊരു കാപ്പി എടുത്തേ, കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ. ആടാ മോനെ, അതാണല്ലോ എന്റെ പണി. ഇപ്പൊ തരാം, അവിടെ ഇരിക്കെ. നിന്റെ അച്ഛനാണെങ്കിലോ പേരിന് മാത്രം ഒരു ഭാര്യയും. ഇതിലും ഭേദം ഞാൻ ആ വീട്ടിലെ വേലക്കാരിയായി കഴിയുന്നത് തന്നെയാ. അതെ അതെ അതെ, നിനക്ക് മാത്രം ഇവിടെ പിടിപ്പത് പണിയുള്ളൂ. കൂടുതൽ സംസാരിക്കുന്നൊക്കെയല്ലേ പറയുന്ന കേട്ടതൊന്നും അവള് മലമറിക്കാന്ന്. വെയിറ്റ്, എന്താണ് അച്ഛാ ഇത്? ലോകമഹായുദ്ധം ഇനിയും കഴിഞ്ഞിട്ടില്ലേ, അതോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണോ? എന്താണ് അമ്മേ, എന്തിനാ ഇപ്പൊ ഇങ്ങനെ നെഗറ്റീവ് ആവുന്നേ? നീ എങ്ങനെയാണ് എന്റെ വയറ്റിൽ ജനിച്ചത്? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ കാര്യം പറ. നീ വേറെ ആരുടെങ്കിലും മകനായി ജനിച്ചാൽ മതിയെന്നാ ഇപ്പൊ തോന്നുന്നത്. സമ്പത്തും സമാധാനവും ഒക്കെ ആയിട്ട് സുഖമായി ജീവിക്കാമായിരുന്നു. പക്ഷെ ഇത് നോക്ക്,
ഇവിടുത്തെ കഷ്ടപ്പാടിനിടെ കുടുങ്ങിക്കിടക്കുക നീ. അമ്മേ പ്ലീസ് അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ്? നീ എന്റെ വയറ്റ് ജനിച്ചുകൊണ്ടാ നിനക്ക് ഈ ഗതിയായത്. സന്തോഷമില്ല, സമ്പത്തുമില്ല. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാൻ പോലും പറ്റുന്നില്ല എനിക്ക്. അമ്മേ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടപ്പോ. എടാ തൃശൂലേ, അവളോട് സംസാരിച്ചിട്ടോ തർക്കിച്ചിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നീ നിന്റെ പണി നോക്ക്. അത് ശരിയാ, ഒരു കാര്യമില്ലല്ലോ. സംസാരം നിർത്തുന്നുണ്ടോ? അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. അമ്മ ഇത് നോക്കി, ഞാനുണ്ടല്ലോ ഇപ്പൊ നല്ല സന്തോഷത്തിലിരിക്കുക. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കുറവുണ്ടായിട്ടില്ല. അമ്മേ നിങ്ങൾ തന്ന ഒരു കാര്യത്തിലും ഒരു കുറവുണ്ടായിട്ടില്ല. എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ ഇതിലും കൂടുതൽ എന്താ വേണ്ട പറഞ്ഞേ. ഞാൻ പറയുന്നതൊന്നും ഇവിടെ ആരും കേട്ടിട്ടില്ല. നിന്റെ അച്ഛനാണെങ്കിലോ ഉത്തരവാദിത്തം ഒട്ടും തന്നെ ഇല്ല. അമ്മേ ദേ നോക്കി, വാ ഇവിടെ. അമ്മയുണ്ടല്ലോ എന്റെ മുത്താണ്. എനിക്കിവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ആദ്യം തലയിൽ വെച്ചതൊക്കെ ഒന്ന് ഇറക്കി വെക്കി. ഓക്കെ? അത്രയ്ക്ക് ഭാരമൊന്നും എന്റെ തലയിലില്ല. ഭാരം ഉള്ളത് നിങ്ങളുടെ തലയിലാ. കൈയെടുക്കടാ. എന്താ അമ്മ, എന്താ വിളിച്ചേ? അല്ല മോനെ, നിന്റെ അച്ഛൻ പറഞ്ഞത് ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ നാളെ തന്നെ പോയി ആ കുട്ടിയെ കാണണമെന്ന്. ഇനിയിപ്പൊ എന്ത് പറയാനാ മോനെ, ലോട്ടറി അല്ലേ അടിച്ചിരിക്കുന്നത്. അല്ല, നമുക്ക് എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിക്കാനുള്ള സമയം വന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ വീടിന്റെ ലൊക്കേഷൻ അയച്ചു തരും. നീ ഒന്ന് പോയി കാണണമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഓ ആണോ? അതെടാ മോനെ, നിങ്ങളൊക്കെ പുതിയ ജനറേഷൻ അല്ലേ. മാത്രമല്ല വീട്ടുകാർക്ക് പോയി കാണേണ്ട ആവശ്യമുണ്ടോ? നീ മാത്രം അവിടേക്ക് പോയാ പോരെ, അല്ലേ ചേച്ചി? എന്താടാ നീ എന്താ ആലോചിക്കുന്നു? എന്താ മോനെ, നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമായില്ലെന്നുണ്ടോ? ഡാഡിയുടെ ഇഷ്ടമാ എൻ്റെ ഇഷ്ടം. ഞാൻ നാളെ തന്നെ പോയി കണ്ടേക്കാം, പോരെ? തൃശൂൽ ത്രിവിക്രമനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ നീലി? അതിന്റെ അർത്ഥം എന്താ? പക്ഷേ അവൻ വേറെയും പലതും പറഞ്ഞല്ലോ ശിവാനി. അതിൽ ഇത് മാത്രമേ നീ ഓർമ്മയിൽ വെച്ചുള്ളോ? എനിക്ക് എന്ത് കാര്യമാണോ കേൾക്കേണ്ടത് അത് മാത്രം ഞാൻ കേട്ടാ പോരെ നീലി? അതെന്താ അങ്ങനെ? ഗുരുദേവൻ പറഞ്ഞത് ഓർമ്മയില്ലേ നീലി? ഈ ജന്മത്തിൽ ആദിശേഷൻ എന്നെ മറന്ന് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് അവളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാലും അങ്ങനെയായാൽ നമ്മൾ കഷ്ടത്തിലാകുമെന്ന് പറഞ്ഞതല്ലേ? അപ്പൊ ത്രിവിക്രമൻ മറ്റേതെങ്കിലും പെൺകുട്ടിയെ കണ്ട് അവളോട് ഇഷ്ടം തോന്നിയാൽ അവരുടെ നിശ്ചയം കല്യാണമൊക്കെ പെട്ടെന്ന് തന്നെ നടക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം കാണാൻ വളരെ പ്രയാസമാവും ശിവാനി. അതെ നീലി, പിന്നെ എല്ലാം കഷ്ടത്തിലാകും. എന്റെ ആദിശേഷനെ സ്വന്തമാക്കാൻ പിന്നെ എനിക്ക് സാധിക്കുകയില്ല. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പേടിയുണ്ട് നീലി. അതെ, തൃശൂല് പറഞ്ഞത് പ്രകാരം ഇപ്പോഴല്ലേ പെണ്ണ് ആലോചിച്ചു തുടങ്ങിയത്. നമ്മളിപ്പോൾ അത് കാര്യമാക്കാതെ വെറുതെ ഇരുന്നാൽ മുന്നോട്ടത് പിന്നെ പ്രശ്നമായി തീരില്ലേ? ത്രിവിക്രമൻ തന്നെയാണ് എന്റെ ആദിശേഷൻ എങ്കിൽ എനിക്ക് അവനെ ഒരിക്കലും കൈവിടാനാവില്ല നീലി. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോന്നു? എനിക്കറിയില്ല നീലി. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. മോളെ, നിന്റെ ചേട്ടൻ ഇപ്പൊ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നില്ലേ? അവരവിടെ പോയിട്ട് വന്നതിന് ശേഷം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ചോദിച്ചറിയണം. മറക്കല്ലേ? ചേച്ചി, എന്തിനാ ഇങ്ങനെ ടെൻഷൻ എടുത്തിരിക്കുന്നേ? ഓ ചേച്ചിയെ, ചേച്ചിയുടെ മോൻ പോയിരിക്കുന്നതേ യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല, പെണ്ണ് കാണാൻ വേണ്ടിയാ. നിനക്കതൊന്നും അറിയില്ല, നീ ചുമ്മാ ഇരിക്കെ. അവന് ദേഷ്യം കുറച്ച് കൂടുതലേ. അവിടെ പോയ ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. അവിടെ വെച്ച് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും അവൻ വിളിച്ചു പറഞ്ഞ പേടിയാവോ എനിക്ക്. ഓഹോ ഹോ ഹോ, അതാണ് കാര്യം. അല്ലേ ചേച്ചി, പെണ്ണ് കാണാൻ പോയിട്ട് ആ പെണ്ണിനോട് ആരെങ്കിലും ചൂടാവോ? അല്ല ചേച്ചി, ഇതിനൊക്കെ ഇങ്ങനെ ടെൻഷൻ ആവാൻ നിന്ന് കഴിഞ്ഞാലേ നാളെ മരുമക്കളും കൊച്ചുമക്കളൊക്കെ ആയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? എന്തായാലും അവൻ പെണ്ണ് കാണാൻ പോയാൽ തെറ്റില്ല. അതിന് ആ മറ്റവനില്ലേ, അവനെ കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എവിടെ ഈ ചേട്ടൻ എവിടെ പോകുന്നുണ്ടെങ്കിൽ അവനെയും കൂട്ടിട്ടേ പോവൂ. ഇങ്ങോട്ട് വരട്ടെ, പോയ കാര്യം കഴിഞ്ഞ് അവനിങ്ങോട്ട് വരട്ടെ. കല്യാണം കഴിഞ്ഞ് എന്തായാലും പെണ്ണിങ്ങോട്ട് വരുമല്ലോ. ആ, അതിനുശേഷം എന്താവും നോക്കാം.
ये रातें ये मौसम नदी का किनारा ये चंचल हवा कहा दो दिलों ने कि मिलकर कभी हम न होंगे जुदा. ആഹാ ക്യാ ബാത്തേ ക്യാ ബാത്തേ. മാഡം നല്ല പാടല്ലേ മാഡം. മുഴുവൻ വേണമെങ്കിൽ ഞാൻ പാടട്ടോ. നിൽക്കും മാഡം. എന്തൊക്കെയുണ്ട് മാഡം? സുഖമല്ലേ? സുഖം തന്നെ ആയിരിക്കും, അതെനിക്കറിയാവുന്ന കാര്യമാണ്. എന്താന്ന് വെച്ചാ എല്ലാ ദേവതകളും ഈശ്വരന്മാരും നിങ്ങളെ നന്നായി നോക്കുന്നതുകൊണ്ടാ. ശരിയല്ലേ? എന്താ അങ്ങനെ പറഞ്ഞത്? അതെന്താന്ന് വെച്ചാ നമുക്കൊരു ഡീലായിട്ടുണ്ട് ദൈവമായിട്ട്. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദൈവങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് അതിനർത്ഥം. അത് ഞാനും ദൈവം തമ്മിലൊരു ഡീലാ. വിട്ടേക്ക്, മേഡം അതിനെ കുറിച്ച് ആലോചിക്കണ്ട. പക്ഷേ എനിക്കെന്തായാലും നല്ല സന്തോഷമായി. കാര്യം എന്താണെന്നറിയോ, ഭക്തനുണ്ടല്ലോ എപ്പോഴും ദൈവത്തെ ഓർത്തുകൊണ്ടേയിരിക്കും. സഡൻ ആയിട്ട് ആ ദൈവം തന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പിന്നെ എന്തായിരിക്കും? ഭക്തൻ ഫുള്ള് ഹാപ്പി ആവില്ലേ? അപ്പോ ഈ ദേവതയെ കണ്ടപ്പോ ഈ ഭക്തനെ ഹാപ്പിയായി. നോക്ക്, ഞാൻ ദൈവമല്ല, നീ എന്റെ ഭക്തനുമല്ല. അയ്യോ അയ്യോ അയ്യോ, മേഡം അതിര് കടന്നു, മേഡം അതിര് കടന്നു. മേഡം നിങ്ങള് ചൂടാവുമ്പോഴാ കാണാൻ കൂടുതൽ ഭംഗി. നോക്ക് മേഡം, എനിക്ക് നിങ്ങൾ ദേവതയെ പോലെയാ. പോലെയല്ല, ദേവത തന്നെ. അയ്യോ, ബോസിന്റെ വീട്ടിലെത്തേണ്ട അർജന്റ് ഒരു കാര്യമുണ്ടല്ലോ. ദേവതയെ കണ്ടപ്പോ എല്ലാം ഞാൻ മറന്നുപോയി. ശരി മേഡം, ഞാൻ പോകട്ടെ. നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ ബൈ. എന്താ കാര്യം? ആദ്യം അവിടെ ഒന്ന് നടക്കും, അത് കഴിഞ്ഞാ നമ്മുടെ ഡും 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 റോക്ക് ആൻഡ് റോൾ. മനുഷ്യന് മനസ്സിലാവുന്നത് പോലെ പറ. ഒന്നുമില്ല, ബോസിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോവാ. ദാ ഇപ്പോ. ഇന്നെല്ലാം തീരുമാനിക്കുകയും ചെയ്യും, വിവാഹം നടക്കും. അത് കഴിഞ്ഞാ പിന്നെ അവർക്ക് അനുരാഗം അതുവിധം. ബോസിന്റെ കല്യാണം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞോട്ടെ. അതിനുശേഷം നല്ലൊരു മുഹൂർത്തം നോക്കി നമ്മുടെ രണ്ടുപേരുടെ വളരെ പെട്ടെന്ന് തന്നെ. നോക്ക് തൃശൂർ, നീ എന്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ നീ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടാവുന്നില്ല. പോകെ പോകെ എല്ലാം ശീലായിക്കോളും. വിട് മാഡം, അതിന് മാത്രം തെറ്റായിട്ട് ഞാൻ വലുതും സംസാരിച്ചു. ഭാവി കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞോളൂ. ശരി ശരി, എനിക്ക് ബോസിന്റെ കൂടെ പോകാനുള്ളതാ, ലേറ്റായി. അപ്പൊ ശരി. ഹലോ തൃശൂൽ, നീ ഇത് എവിടെയാ? എടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വേഗം വാ. ത്രിവിക്രമ, എന്തമ്മേ? നീ എന്തിനാ അവനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്? പെൺകുട്ടിയെ കാണാൻ പോകുന്നത് നീയല്ലേ, പിന്നെന്തിനാ അവനെ കൊണ്ടുപോകുന്നത്? നീ തനിച്ചു പോയാ മതി. അല്ലമ്മ, അത് അതേടാ മോനെ, നീ ഒറ്റയ്ക്ക് പോയാ മതി. എന്റെ അമ്മ, അവിടെ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറഞ്ഞു എന്നിരിക്കട്ടെ, തൃശ്ശൂർ ഉണ്ടാവില്ല എന്നെ സഹായിക്കാനായിട്ട്. എന്റെ ഈ സ്വഭാവം എന്താണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നല്ലേ. അതുകൊണ്ട് അമ്മയെ ഞാൻ അവനെ കൂടി കൂടെ കൊണ്ടുപോകാന്ന് കരുതിയത്. ഓക്കെ, ഒരു മിനിറ്റ് നീ നിന്നേ. ഇത് നിന്റെ അച്ഛൻ തന്നെ ഏൽപ്പിച്ചതാ. ഇത് എപ്പോഴും നിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ശരി. അല്ലേ ചി, നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോ ശകുനം മുടക്കൽ പാടില്ലെന്നല്ലേ പറയാറ്. ഇവനാണെങ്കിൽ അതിനെ പോക്കറ്റിലൂടെ നടക്കുന്ന പോലെയാ. ഇത്രയ്ക്ക് ബോധമില്ല ഇവന്. അവനോട് എന്ത് പറഞ്ഞാലും ഇത് തന്നെയാ. എങ്ങനെയെങ്കിലും ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഹലോ ബോസ്. എന്ത് സംഭവിക്കരുതെന്ന് ഞാൻ ഭയന്നിരുന്നു, അത് സംഭവിക്കാൻ പോവാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ത്രിവിക്രമിന്റെ വീട്ടുകാര് അവന്റെ കല്യാണം നടത്താനായിട്ട് തിരക്കിട്ട് ആലോചനകൾ നടത്തുന്നുണ്ട്. അതിനിപ്പോ എന്തുണ്ടായി ശിവാനി? ഇനി എന്തുണ്ടാവാനാ? ആ ത്രിവിക്രം പെണ്ണ് കാണാൻ സമ്മതിച്ചു. അവളെ കാണാൻ പോവാ ഇപ്പോ. എല്ലാം പറഞ്ഞുറപ്പിക്കാം. ഇന്ന്, ഇപ്പോ. അതെയോ? അതെ, ഇന്ന് അവളെ പെണ്ണ് കാണാനായിട്ട് പോകും. നാളെ ഇഷ്ടായിന്ന് പറയും. പിന്നെ ഇഷ്ടായതുകൊണ്ട് അവളുടെ കൂടെയുള്ള നിശ്ചയം, കല്യാണം
അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ ചുമ്മാതിരിക്കണം. ശിവാനി, നീ സമാധാനമായിട്ടിരിക്കെ. അങ്ങനെയൊന്നും സംഭവിക്കാൻ വിടില്ല ശിവാനി. വിടാൻ പാടില്ല നീലി. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടാകും. റിലാക്സ്. എന്തെങ്കിലും ചെയ്ത് അവരാ വീട്ടിലേക്ക് പോകുന്നത് നമ്മളെ തടഞ്ഞേ പറ്റൂ. ഒരു കാരണവശാലും അവൻ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടാൻ പാടില്ല. അവൾക്കും അതുപോലെ അവനെ ഇഷ്ടപ്പെടാൻ പാടില്ല നീലി. പക്ഷേ ഇപ്പൊ ഓൾറെഡി അവരങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ? എന്തായാലും നീ ആ തൃശൂലിനെ ഒന്ന് വിളിച്ചു നോക്ക്. അവരെവിടെ എത്തിയെന്ന് ചോദിക്കേ. അതുമല്ലാതെ ആ പെണ്ണിന്റെ വീട് എവിടാണെന്ന് നമുക്കറിയില്ലല്ലോ. എല്ലാം അവനോട് ചോദിച്ചു മനസ്സിലാക്ക്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഹലോ, പറഞ്ഞോളൂ. നീ എവിടെയാ ഉള്ളത്? അത് ഞാൻ പറഞ്ഞിരുന്നില്ലേ ബോസിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോണോന്ന്. ഇപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. മനസ്സിലായി. പക്ഷേ എവിടെ? അത് പിന്നെ ചേട്ടാ, വാട്ടർ ടാങ്ക് റോഡില്ലേ, അവിടുന്ന് കുറച്ച് ദൂരെ ഒരു ദേവീക്ഷേത്രം ഇല്ലേ, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ശരി ശരി, നിങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് വാ. ഞാൻ പിന്നെ വിളിച്ചോളാം. നീ ഇപ്പൊ എന്തായാലും ബിസി അല്ലേ? എവിടെയാണെന്നാ പറഞ്ഞു? പെൺകുട്ടിയെ കാണാൻ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ അവരവിടെ എത്തും. തൃശ്ശൂലെ, എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ പെണ്ണ് കാണാൻ പോകുന്നത് വിചാരിച്ചിട്ടേ ഇല്ല. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാ സംഭവിക്കുന്നല്ലേ. ഇതൊക്കെ എന്തായാലും ഒരിക്കല് നടക്കേണ്ട കാര്യം തന്നെയല്ലേ ബോസ്? എന്തെങ്കിലും ആവട്ടെ, ഞാനിപ്പോൾ ഈ പോകുന്ന തന്നെ ഡാഡി പറഞ്ഞോണ്ട് മാത്രം, അല്ലാതെ എനിക്ക് വേണ്ടിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നേ ബോസ്? അവരുടെയൊക്കെ ഇഷ്ടമല്ലടാ എൻ്റെ ഇഷ്ടം. എന്തു പറ്റി തൃശ്ശൂർ? നീ ഒന്ന് ഇറങ്ങി നോക്കി. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് നോക്കട്ടെ. അതെ കൊച്ചുമലയാളി, എന്താടാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രശ്നമൊന്നുമില്ല, പക്ഷെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും ഇവിടെ പറ്റിയേ? പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല, എല്ലാം ഓക്കെയാണ് ബോസ്. ശിവാനി, തൃശൂൽ ആ കാറ് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല നീലി, നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവരാ വീട്ടിലേക്ക് പോവരുത്, അത്രേ ഉള്ളൂ.